മക്കളെ വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ വടകൻ. മക്കളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം ഓണം എക്സാമിന് വന്നിട്ടുള്ള എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസും ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് റീഗെയിൻ ചെയ്തെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. ഒരു ഹാഫ് മാർക്ക് കിട്ടുമോ ഒരു 1/4 മാർക്ക് കിട്ടുമോ എന്നുള്ള ചാൻസസ് ഒന്നുമില്ല. സോ കൃത്യമായിട്ട് ശ്രദ്ധയോടെ കൂടി നമ്മൾ ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണുള്ളത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വടക്കൻ സാർ ചെയ്തു തരുന്നതാണ്. മാക്സിമം നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വീഡിയോ കാണുക മക്കളെ. സോ നമുക്ക് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു 2025 വന്നിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ടേം എക്സാമിനേഷനുള്ള എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസും പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. യെസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഇൻ ദിസ് സീക്വൻസ്? നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൂർണ്ണവർഗ സംഖ്യാശ്രേണി എന്നാ പറഞ്ഞത്. എന്താണ് ഈ പൂർണ്ണവർഗ സംഖ്യാശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 1ന്റെ സ്ക്വയർ 1 ആണ്. സോ 1ന്റെ സ്ക്വയർ 1. അടുത്തത് 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4 ആണ്. അടുത്തത് 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. അടുത്ത നമ്പർ ഏത് എന്നാണ് ഇവിടെ ചോദ്യം. ഈ ശ്രേണിയിലെ അടുത്ത നമ്പർ ഏത്? വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ ആണ്. 4ന്റെ സ്ക്വയർ എത്രയാണടാ? 4ന്റെ സ്ക്വയർ 16 ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 16. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, ഇഫ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേം, രണ്ടാമത്തെ ടേമിൻ്റെയും 5ാമത്തെ ടേമിൻ്റെയും സമ്മ് 17 ആണെങ്കിൽ, സെക്കൻഡ് ടേമും അതുപോലെ തന്നെ ഫിഫ്ത്ത് ടേമും കൂട്ടിയാൽ 17 ആണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ മലയാളം മീഡിയം ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. മലയാളം മീഡിയം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഒരു സമാന്തര ശ്രേണിയുടെ 2ാം പദത്തിൻ്റെയും 5ാം പദത്തിൻ്റെയും തുക 17 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണെങ്കിൽ അവർ പറഞ്ഞത് എന്താ? 3ാമത്തെ പദത്തിൻ്റെയും 4ാമത്തെ പദത്തിൻ്റെയും തുകയും എന്ത് തന്നെയാണ്? 17 തന്നെയാണെന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് തേർഡ് ടേം പ്ലസ് ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു 17. നമ്മൾ പഠിച്ചതാണ്. ഏതൊരു കപ്പിൾസിൻ്റെയും ഈ ഒരു കപ്പിൾസ് നോക്കിയ 2ഉം 5ഉം എ ആണ്. അതുപോലെ തന്നെ 3ഉം 4ഉം എ ആണ്. അതായത് പൊസിഷൻ്റെ സം ഈക്വൽ ആണ്. പൊസിഷൻ്റെ സം ഈക്വൽ ആകുമ്പോൾ ടേംസിൻ്റെ സമ്മും ഈക്വൽ ആയിരിക്കുന്നു നമ്മൾ പഠിച്ചതാണ്. സോ ദ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ഈസ് കറക്റ്റ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇഫ് ദ സം ഓഫ് പൊസിഷൻസിന്റെ സമ്മ് ഈക്വൽ ആണെങ്കിൽ one pair is equal to that of another pair. ഒരു പെയറിൻ്റെ സമ്മിന് മറ്റൊരു പെയറിൻ്റെ സം, അതായത് ഈ പറഞ്ഞ പൊസിഷൻ്റെ സമ്മ് ഈക്വൽ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ 2ഉം 5ഉം കൂട്ടിയപ്പോൾ നമുക്ക് 7 കിട്ടി. ഇവിടെ 3ഉം 4ഉം കൂട്ടിയപ്പോഴും നമുക്ക് 7 കിട്ടി. അങ്ങനെയാണെങ്കിൽ അവരുടെ ടേംസിൻ്റെ സമ്മും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് മാത്രമല്ല, ഒന്നാമത്തതിൻ്റെ കാരണം കൂടിയാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 2 ഈസ് എ കറക്റ്റ് റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്കൊരു സ്ക്വയർ തന്നിട്ടുണ്ട്. ആ സ്ക്വയറിൻ്റെ എല്ലാ സൈഡും 2 സെൻറ്റിമീറ്റർ വീതം കുറച്ചു എന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ എക്സ് ആണ് ഇവിടെ എടുത്തതെങ്കിൽ ഇതിൽ നിന്ന് കുറയ്ക്കുകയാണ്, ചെറിയൊരു സ്ക്വയർ ഉണ്ടാക്കി. അപ്പോൾ എന്തായിരിക്കും? x-2 ആയിരിക്കും ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദ ഏരിയ ഓഫ് ദ ഫോംഡ് സ്ക്വയർ, ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ എത്രയാണെന്നാണ് പറഞ്ഞത്? 81 ആണെന്നാണ് പറഞ്ഞത്. ശരിക്കും നമ്മൾ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സൈഡ് സ്ക്വയർ അല്ലേ, വശം സ്ക്വയർ അല്ലേ? സൈഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 81 ആണെങ്കിൽ ഇവിടെ സൈഡ് എന്ന് പറഞ്ഞാൽ x-2 ആണ്. x-2ൻ്റെ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 81 ആണെന്ന് കിട്ടി. ആ സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? x-2 ഈസ് ഈക്വൽ ടു √81, ദാറ്റ് ഈസ് x-2 ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടി. നമ്മളോട് ഈ സ്ക്വയറിന്റെ സൈഡ് അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞത്. വാട്ട് വാസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എക്സ് ആ കണ്ടുപിടിക്കേണ്ടത്. ആ -2 കൂടി അപ്പുറത്തേക്ക് പോയാൽ എക്സ് ഈസ് ഈക്വൽ ടു എന്താവും? 9 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 11. സെറ്റ് അല്ലേ? യെസ്, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The nth term of an arithmetic sequence is 5n + 2. അൽജിബ്രിക് ഫോം തന്നിട്ടുണ്ട് 5n + 2 ആണെന്ന്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. എൻ്റെ മക്കളെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്നെ ജസ്റ്റ് ഒന്ന് പൊത്തി പിടിച്ചാൽ മതി. ദാറ്റ് ഈസ് 5 + 2. 5 + 2 എത്രയാണ്? 7 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3 7. സെറ്റ് അല്ലേ? യെസ്, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാളോട് ഒരു പേഴ്സൺ ആസ്ക്ഡ് ടു സേ എ നമ്പർ ഫ്രം ദ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 10 നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ കിട്ടി. ടോട്ടൽ നമ്പർ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, വാട്ട് ദ പ്രോബിലിറ്റി ഓഫ് for the number to be an odd number, add number അല്ല odd number.
ഓഡ് നമ്പർ 1/2 ആണെന്നാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് ഓഡ് നമ്പർ ഉണ്ടാകുക? നമ്മുടെ 10 വരെയുള്ള ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 ഉണ്ട്, 2 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്. എത്ര ഉണ്ട് ടോട്ടൽ? 1 2 3 4 5 ഉണ്ട്. സോ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 5/10 ആണ്. 5/10 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് നമുക്ക് ഷോർട്ടാക്കി എഴുതാം. സോ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് ദ നമ്പർ ടു ബി എൻ മൾട്ടിപ്പിൾ ഓഫ് 3. 3ന്റെ ഗുണിതങ്ങളാവണമെന്നാണ് പറഞ്ഞത്. 3ന്റെ ഗുണിതങ്ങൾ ആരൊക്കെ ഉള്ളതെന്ന് പറഞ്ഞത്? 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്. അപ്പം 3/10 എന്ന് വരും. 3/10 ചെറുതാക്കി 2/3 ആക്കാൻ പറ്റുമോ? പറ്റില്ല. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 തെറ്റാണ്. നെക്സ്റ്റ് പ്രൈം നമ്പേഴ്സ്. ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞതേ? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. 4 എണ്ണല്ലേ ഉള്ളത്. സോ നമുക്ക് 4/10 എന്ന് എഴുതാം. 4/10ന്റെ പകുതി 4ന്റെ പകുതി 2 ആണ്, 10ന്റെ പകുതി 5 ആണ്. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് 2/5 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നെക്സ്റ്റ് ദ പ്രോബിലിറ്റി ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ ഈസ് 1/4. ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയറുകൾ അറിഞ്ഞിരിക്കണം. പെർഫെക്റ്റ് സ്ക്വയർ ഏതൊക്കെയാണ്? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 1ന്റെ സ്ക്വയർ 1 ഉണ്ട്, 2ന്റെ സ്ക്വയർ 4 ഉണ്ട്, 3ന്റെ സ്ക്വയർ 9 ഉണ്ട്. വേറെ ഏതുണ്ടോ? ഇല്ല. സോ ദ ആൻസർ ഈസ് 3/10 ആണ്. 3/10 ചെറുതാക്കി 1/4 ആക്കാൻ പറ്റില്ല. ഇവിടെ 1/4 ആണുള്ളത്. 1/4 ആക്കാൻ പറ്റുമോ? ഇല്ല. 1/4 ആക്കാൻ പറ്റില്ല. സോ 1/4 ആക്കാൻ പറ്റില്ല. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ 1 and 3 ആർ കറക്റ്റ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. യെസ്, അതിന്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ സാധനം തന്നെയാണ് കേട്ടോ. യെസ്, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കൺസിഡർ ഓൾ ദ 3-digit നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ യൂസിങ് 2 5 7. 2 5 7 ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും 2 5 7. അടുത്ത എത്ര? 2 7 5. ഇതുപോലെ 5 2 7 ഉണ്ടാക്കാം, 5 7 2 ഉണ്ടാക്കാം. അടുത്തത് 7 2 5 ഉണ്ടാക്കാം, 7 5 2 ഉണ്ടാക്കാം. എല്ലാ നമ്പറും ഈ പരിപാടി കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ 3 നമ്പർ ഉപയോഗിച്ച് റിപ്പീറ്റേഷൻ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും എഴുതാൻ പറഞ്ഞാൽ ഇതാ പരിപാടി കഴിഞ്ഞു. ഇനി എന്താ ചോദിച്ചത്? ക്വസ്റ്റ്യൻ ചോദിച്ചത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദ നമ്പർ ഗ്രേറ്റർ ദാൻ 500. 500-നേക്കാൾ വലുത് എത്ര ഉണ്ട്? 500-നേക്കാൾ വലുത് എത്ര ഉണ്ടാ? 1 2 3 4 4. ടോട്ടൽ എത്ര ഉണ്ട്? 6. സോ ആൻസർ എത്ര? 4/6 എന്ന് വരും. ഈ 4/6 എന്ന് പറയുന്ന ആൻസർ എന്ന് പറയുന്നത് ഇതാ ഇതിൽ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? യെസ്, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. യെസ്, ഈ പറയുന്നതിൽ ഏതാണ് ശരിയായത് എന്നാണ് ചോദ്യം. സോ ബേസിക്കലി ഇവിടെ 100 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 100 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 30 ഡിഗ്രി എന്നാണ് കൊടുത്തത്. ഇവിടെ 30 ഡിഗ്രി പറ്റുമോ? പോരാ. ഇവിടെ 100 ആണ്, ഇവിടെ 50 വരണം. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ്. നെക്സ്റ്റ് ഇവിടെ 110 ഡിഗ്രി എന്നാണ് കൊടുത്തത്. 110 ഡിഗ്രി ഇവിടെ 55 ഡിഗ്രി എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇവിടെ 100 ഡിഗ്രി ആണ്, 110 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 55 ഡിഗ്രി ശരിയാണ്. ഇനി ഇവിടെ കൊടുത്തത് എത്രയാണ്? 70 ഡിഗ്രി എന്നാണ് കൊടുത്തത്. ഇവിടെ 70 ഡിഗ്രി മതിയോ? പോരാ. അപ്പോൾ അത് തെറ്റാണ്. നെക്സ്റ്റ് ഇവിടെ 110 ഡിഗ്രിയാണ് കൊടുത്തത്. ഇവിടെ 110 ഡിഗ്രി ആവുമ്പോൾ മുകളിൽ കൊടുത്തത് എന്താണ്? അതിൻ്റെ പകുതിയായിട്ടുള്ള 55 ഡിഗ്രി ആണ് കൊടുത്തത്. ഇവിടെ 55 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര വരണം? ഇവിടെ ഇപ്പോൾ കൊടുത്തത് 125 എന്നാണ്. അത് ശരിയാണോ? ഈ 125 155 കൂട്ടിയാൽ ഇവിടെ 125 ഈ 55 കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഈ പറയുന്ന സർക്കിൾ ശരിയാണ്. ഓക്കെ അല്ലേ? ഇവിടെ കൊടുത്തത് ഇവിടെ 140 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. 140ഉം ഇവിടെ 70 ആണെന്നും കൊടുത്തിട്ടുണ്ട്. ശരിയാണ്. ഇവിടത്തെ പകുതിയാണ് വരിക. ഇവിടെ താഴത്ത് ഡി എന്ന് പറഞ്ഞ് കൊടുത്തത് 100 ഡിഗ്രി എന്നാണ് കൊടുത്തത്. 70 ആണെങ്കിൽ ഇവിടെ 110 ഡിഗ്രി വരണ്ടേ? സോ ഈ പറയുന്ന ഡിയും തെറ്റാണ്. സോ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നതെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യനും ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യനും ഉണ്ട്. ഓക്കെ, സോ എൻ്റെ മക്കൾ പറഞ്ഞത് ഒന്നാമത്തേൽ ബേസിക്കലി ഇവിടെ പറഞ്ഞ PQ എന്ന് പറയുന്ന ഒരു ഡയാമീറ്റർ അല്ല, ഒരു കോഡ് ഉണ്ട്. അവിടുന്ന് 2 വരുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ക്വസ്റ്റ്യൻ പറഞ്ഞു ഇൻ ദ ഫിഗർ O is the center of the circle and PQ is the code. O സർക്കിളിന്റെ സെൻറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. PQ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? കോഡാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? PRQ 50 ഡിഗ്രി, PSQ 50 ഡിഗ്രി, PSQ 50 ഡിഗ്രി. ഇത് 50 ആണ്, ഇത് 50. കുഴപ്പമില്ലല്ലോ. ശരിയാവാൻ ചാൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? തെറ്റൊന്നുമില്ല. ഈ പറഞ്ഞിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. പക്ഷേ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിൽ എന്തില്ല? ഒരു ബന്ധവുമില്ല. സോ ബേസിക്കലി നമുക്ക് പറയാം ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ബട്ട്
സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 ഈസ് നോട്ട് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? സോ ഇതോടുകൂടി നമ്മൾ കഴിഞ്ഞ വർഷത്തെ എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ക്ലാസിന്റെ വിലയേറിയ അഭിപ്രായവും നിങ്ങൾ അറിയിക്കുക. സോ ഇറ്റ്സ് മീ സെനിൻ വാടകൻ സൈനിങ് ഓഫ് ഫ്രം RKNX. ബൈ, സീ യു ലേറ്റർ.